ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സുൽത്താൻ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു കോറിയിലെ മീൻപിടുത്തം അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ മീൻപിടുത്തത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അർഷാദൊക്കെ വലകൾ ഇങ്ങനെ ചാക്കുന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വെലിച്ചൂട്ടി വലയാണ് കേട്ടോ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. വെലിച്ചൂട്ടി വല എന്ന് പറയുന്നത് മൊത്തം കോറി വളയുക എന്നുള്ളതാണ്. മൊത്തം കോറി വളഞ്ഞിട്ടാണ് മീൻ പിടിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വല ഇങ്ങനെ റൗണ്ടാക്കി കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ വലിച്ചൂട്ടി വല എന്ന് പറയുന്നത് ടങ്കീസിൻ്റെ വലിച്ചൂട്ടി വലയാണ് ഇപ്പോൾ നമ്മൾ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മൊത്തം നമുക്ക് വലിച്ചു കൂട്ടി മൊത്തത്തിൽ മീനെ നമുക്ക് കയറ്റാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ വല പൊളിച്ച് മീനാകെ പുറത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ കുറേശ്ശെ മീൻ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറേശ്ശെ ഇങ്ങനെ വളഞ്ഞ് കൊണ്ടുവന്നിട്ട് വീശൽ വലയാണ് ഇപ്പോൾ ആ കയറ് വലിച്ച് കയറി വരുന്ന വീശൽ വലയാണ്. വീശൽ വല എന്ന് പറയുന്നത് കാലുവലയാണ് കേട്ടോ. കാലുവലയുടെ പ്രത്യേകത എന്താ വെച്ചാൽ കാലുവല മൊത്തത്തിൽ പക്കാക്കിയിട്ട് അങ്ങോട്ട് ഇറക്കി കൊടുക്കുകയാണ്. ഇറക്കി കൊടുത്തിട്ട് അതിനങ്ങനെ വലിച്ച് ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവരികയാണ്. അർഷാദക്ക് എന്ത് ചെയ്തേക്കണ്, മൊത്തത്തിൽ ആ വീശൽ വലയുടെ ഉള്ളിൽ മീൻ പരമാവധി ഒതുക്കാൻ പറ്റുന്ന മീനെ അതിലൊതുക്കി അവിടെ കൊണ്ടുവരികയാണ് കേട്ടോ. അത് വലിച്ച് കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ അല്ലേ മീൻ ഇങ്ങനെ കിടന്ന് തളക്കിയായിരുന്നു വലയിൽ കിടന്ന് കംപ്ലീറ്റ് മീൻ. ഈ മീനിൻ്റെ പേരാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. നെട്ടർ എന്ന് പറയുന്ന മീനാണ്. നെട്ടർ എന്ന് പറയുന്നത് നല്ല ഹെവി മീനാവുന്ന, തീറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെവി മീനാവും കേട്ടോ. കാരണം ഇപ്പോൾ ഇത് ഏകദേശം 8 മാസം പ്രായമുള്ള മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിലിപ്പോൾ ഒരു കിലോൻ്റെ മുകളിലേക്കുള്ള മീനൊന്നുമില്ല. നോക്കൂ ആ കുട്ടികളുടെ മുഖത്തുള്ള ആ ഒരു സന്തോഷം. അവരുടെ കയ്യിലിരിക്കുന്നത് ഫിലോപ്പി, പലവിധ പേരിലും അറിയപ്പെടുന്നതാണ്. നമ്മുടെ ഇവിടെ ഫിലോപ്പി എന്നൊക്കെ പറയും. അത് അവർ കയ്യിലെടുത്ത് നമ്മുടെ ഗേൾസിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അവരെ ബക്കറ്റിൽ അവർക്ക് കിട്ടിയേക്കുന്നത് ചെറിയ മീനാണെങ്കിലും അവരുടെ സന്തോഷം നോക്കൂ, അവരുടെ മുഖത്തുള്ള ഒരു സന്തോഷം, അവരാ ചിരി തന്നെ നോക്കൂ. നമ്മുടെ ഗേൾസ് ഭയങ്കര രസകരമായ ഒരു കാഴ്ചയാണ്. രണ്ടാമത്തെ വലയിൽ എന്ത് മീനാണുള്ളത് നമുക്ക് നോക്കാം. നോക്കൂ, അതിലും ഈ പറഞ്ഞതുപോലെ തന്നെ നെട്ടറാണ് കൂടുതലും കാണാൻ കഴിയുന്നത്. നെട്ടർ എന്ന് പറയുന്നത് നല്ല മീൻ തന്നെയാണ് കേട്ടോ. നമ്മൾ വളർത്തു മീനാണെന്ന് വെച്ചിട്ട് ആരും കഴിക്കാതിരിക്കണ്ട. നല്ല മീൻ തന്നെയാണ്, നല്ല ടേസ്റ്റുള്ള മീനാണ്. പൊരിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾക്ക് എന്ത് ചെയ്യാം, മൊത്തത്തിൽ ഇതിനെ ഒരു മീൻ അങ്ങനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വാഴൻ്റെ ഇലയിലൊക്കെ പൊതിഞ്ഞ് നല്ല പൊള്ളിച്ചെടുക്കുക എന്നൊക്കെ പറയും. പല നാട്ടിലും പല രീതിയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ആ മീൻ ആ കുട്ടിയുടെ കയ്യിലുള്ള മീൻ നോക്കൂ, 1 കിലോൻ്റെ താഴെയുള്ള മീനാണ്. അപ്പോൾ അതിങ്ങനെ അവരിങ്ങനെ പറക്കി ബക്കറ്റിലേക്ക് ഇട്ട് ചാക്കിലേക്ക് ഇട്ട് അതിങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആണോ, നല്ല രസകരമായ ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ഭംഗിയിൽ തന്നെയാണ് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പരമാവധി ആ നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ നമുക്കത് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നെട്ടറും ഫിലോപ്പിയും കരിമീൻ ഓരോന്നൊക്കെ ഉണ്ട്. പക്ഷേ കരിമീൻ എന്ന് പറഞ്ഞാൽ ഹെവി കരിമീനൊന്നുമല്ല, ചെറിയ കരിമീനിൻ്റെ കുഞ്ഞുങ്ങളാണ് നമുക്ക് അതിൽ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ താൽക്കാലികമായി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഓക്കെ, ബൈ.